ഹലോ ഫ്രണ്ട്സ്, ഫ്രൈഡേ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ഷാനത്തൻ്റെ ഫ്ലാറ്റിലേക്കാണ് കേട്ടോ പോയത്. അതും ഷാനത്തെ ഒന്നും അറിയാണ്ട് ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ഷാനത്തൻ്റെ മോള് സഫ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ സഫക്ക് ഒരു മം ടു ബി പാർട്ടിയാക്കാൻ വേണ്ടി നമ്മൾ കേക്കും ഫ്രൂട്ട്സൊക്കെ ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഫ്രൈഡേ ഹോളിഡേ ആയത് കാരണം ഷാനത്തെ ഫാമിലിയായിട്ട് പുറത്തു പോകുമെന്നായിരുന്നു നമുക്ക് എല്ലാവർക്കും ഡൗട്ട്. പിന്നെ കൂട്ടത്തിലുള്ളൊരു ഫ്രണ്ട് സാധാ വിശേഷമൊക്കെ അന്വേഷിക്കുന്ന രീതിയിൽ മെസ്സേജ് അയച്ചപ്പോഴാണ് അറിയുന്നത് സഫക്ക് 7 മണിക്ക് അപ്പോയിൻമെൻ്റ് ഉള്ള കാര്യം. അങ്ങനെ പിന്നെ നമ്മൾ 4:30 പോകാൻ തീരുമാനിച്ച നമ്മൾ 6 മണിയായപ്പോഴാണ് അവിടെ എത്തിയത് കേട്ടോ. ഷാനത്തൻ്റെ ഫ്ലാറ്റ് മേരിയും സഫൻ്റെ ഫ്ലാറ്റ് താഴെയായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം പോയത് ഷാനത്തനെ കാണാനാണ്. അങ്ങനെ അവിടെ പോയിട്ട് ഷാനത്തനെ ആദ്യം നമ്മൾ സർപ്രൈസ് ആക്കിയിട്ടോ. ഷാനത്താണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എല്ലാവരെയും കൂടെ കണ്ടപ്പോഴേക്കും സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് തന്നെ ഷാനത്തൊക്കെ അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ കേക്കൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ സഫേനെ വിളിച്ചു കേട്ടോ. സഫ വന്ന് ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഉമ്മാൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് സഫ ആകെ എക്സൈറ്റഡ് ആയിട്ടോ. പെട്ടെന്ന് നമ്മളെല്ലാവരെയും കൂടെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം ഫീൽ ചെയ്തു. അങ്ങനെ നമ്മൾ സഫനെ കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യിച്ചു. എല്ലാവരും സഫൻ്റെ വായിൽ കേക്കൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് സഫക്ക് അപ്പോയിൻമെൻറ്റ് ഉള്ളതുകൊണ്ട് സഫ ഹോസ്പിറ്റലിലേക്ക് പോയി. നമ്മളാണെങ്കിൽ വീണു ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ആണെങ്കിലോ സഫ ഡോക്ടറെ കണ്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഫ്രണ്ട്സായിട്ട് കൂടുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഫ്രണ്ട്സായിട്ട് കൂടിയാലുള്ള കാര്യം പിന്നെ പറയണ്ടല്ലോ. കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ റീൽസും പാട്ടും ഡാൻസൊക്കെ കളിച്ചിട്ട് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അതുകൂടാണ്ടോ റീൽസ് എടുത്തിട്ടാണെങ്കിൽ റീൽസ് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് സഫ തിരിച്ചെത്തുന്നത് വരെ നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഷാനത നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കിയിരുന്നു കേട്ടോ. പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ചെന്നത് കാരണം നെയ്ച്ചോറാണ് ആക്കിയത്. നെയ്ച്ചോറും പിന്നെ ബീഫ് കറിയും അതുപോലെ തന്നെ പൊറോട്ടയും ചിക്കൻ കറിയും പിന്നെ ബ്രോസ്റ്റഡും വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കറ്റിൽ നിന്ന്. പിന്നെ മക്കളാണെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുകൊണ്ട് അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരും കുറേ നേരം ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ബഹ്റൈനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മം ടു ബി പാർട്ടിക്ക് ഇങ്ങനെ സർപ്രൈസ് ആക്കിയിട്ട് പോകുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ ആരെങ്കിലുമൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കാണാൻ പോവാറ് സർപ്രൈസ് ആക്കലൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് തന്നെ നമ്മളെല്ലാവരും സാരിയൊക്കെ കൊടുത്തിട്ടായിരുന്നു മീറ്റ് ചെയ്തത്. അപ്പം അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോഴേക്കും ശരിക്കും ഒരു കല്യാണപ്പുറക്കൽ പോയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ലാസ്റ്റ് വീക്കിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ബൈ ഇൻഷൂസ് ഗാലറി.